ഇരിക്കൂർ മണ്ഡലം തല വികസന സെമിനാറിന് ഇരിക്കൂറിൽ തുടക്കമായി. ഇരിക്കൂറിന്റെ സമഗ്ര വികസനത്തിന് മുന്തിയ പരിഗണന എന്ന് സജി ജോസഫ് എം.എൽ.എ. ഇരിക്കൂറിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഒട്ടേറെ നൂതനവും കാലികവുമായ പദ്ധതികൾക്ക് രൂപം നൽകുമെന്ന് അഡ്വക്കേറ്റ് സജി ജോസഫ് എം.എൽ.എ. വ്യക്തമാക്കി. ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് എല്ലാവരുടെയും കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നതിനായി വിദഗ്ധരുടെ നേതൃത്വത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. റവന്യൂ ടവർ, ഇരിക്കൂർ പാലം എന്നിവയ്ക്ക് അടിയന്തര പ്രാധാന്യം നൽകും. പുതിയ തൊഴിൽ മേഖലകൾ സ്ഥാപിക്കുന്നതിനും പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരിക്കൂറിന്റെ സമഗ്ര വികസന സെമിനാറിന്റെ പഞ്ചായത്ത് തല സെമിനാറിന്റെ ഉദ്ഘാടനം ഇരിക്കൂർ വി കുട്ട്യാലി സാഹിബ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഇരിക്കൂർ പഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി മോളി എം.പി. സ്വാഗതം പറഞ്ഞു. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രതിനിധികൾ പദ്ധതി അവതരിപ്പിച്ച് സംസാരിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. കുഞ്ഞുമായൻ മാസ്റ്റർ നന്ദി പറഞ്ഞു. അതിന്റെ ആദ്യ സെമിനാറാണ് ഇരിക്കൂർ പഞ്ചായത്തിൽ നിന്നും ആരംഭിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പാലക്കയത്തിൽ വെച്ച് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചെയ്യുകയും എല്ലാ പഞ്ചായത്തിലും വികസന സെമിനാറുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചപ്പോൾ പ്രിയങ്കരനായ സി.കെ. മുഹമ്മദ് ആദ്യ യോഗം തന്നെ ആദ്യ സെമിനാർ തന്നെ ഇരിക്കൂറിൽ നിന്നും ആരംഭിക്കാമെന്ന് സന്നദ്ധത അറിയിച്ചതുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ സെമിനാർ ആദ്യമായി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇരിക്കൂർ നമ്മുടെ മണ്ഡലത്തിൻ്റെ പേരുള്ള പഞ്ചായത്ത്. ഇരിക്കൂറിൻ്റെ പേരിലാണ് നമ്മുടെ നിയോജകമണ്ഡലം അറിയപ്പെടുന്നത്. ഇരിക്കൂർ പഞ്ചായത്ത് ഭൂമിശാസ്ത്രപരമായിട്ടും സാമൂഹ്യ സാംസ്കാരികപരമായിട്ടും ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൻ്റെ പൂമുഖമാണ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിയോജകമണ്ഡലത്തിൻ്റെ കവാടമാണ് ഇരിക്കൂർ. എല്ലാ അർത്ഥത്തിലും ഇരിക്കൂറിൻ്റെ പാരമ്പര്യം വളരെ പ്രശസ്തമാണ്. സാംസ്കാരികപരമായി, ആത്മീയപരമായി, വ്യാപാര രംഗത്ത്, വികസന രംഗത്ത്, എല്ലാ രംഗത്തും മുന്നിൽ നിൽക്കുന്ന കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും ശാന്തസുന്ദരമായ ഒരു പ്രദേശം. അതിനുമപ്പുറം മതസൗഹാർദ്ദത്തിൻ്റെ പേര് കേട്ട നാടാണ്. മാമാന ക്ഷേത്രത്തിൻ്റെയും നിലാമറ്റ പള്ളിയുടെയും എല്ലാം സാന്നിധ്യം നമ്മുടെ നാടിനെ ഏറ്റവും അനുഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അതായത്